കുടുക്കിമുട്ട മുണ്ടേരിമുട്ട റോഡിൽ കൊട്ടാണിച്ചേരി പള്ളിക്ക് സമീപം അപകടങ്ങൾ തുടർക്കഥയായിട്ടും അനക്കമില്ലാതെ അധികൃതർ. റോഡിന് വീതി കുറവും അശാസ്ത്രീയമായി നിർമ്മിച്ച ഓവുചാലുകളുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കുടുക്കിമുട്ട മുണ്ടേരിമുട്ട റോഡിൽ കൊട്ടാണിച്ചേരി പള്ളിക്ക് സമീപമാണ് അപകടങ്ങൾ പതിവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. പുറവൂർ സ്വദേശികളായ അമീർ, ആഷിഖ്, മുണ്ടേരി സ്വദേശി അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ചാലയിലെയും മംഗലാപുരത്തെയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭിന്നശേഷിക്കാരന്റെ മുച്ചക്ര വാഹനം ഓവുചാലിൽ വീണ് ഗുരുതര പരിക്കേറ്റതടക്കം നിരവധി ചെറുതും വലുതുമായ അപകടങ്ങൾ പ്രദേശത്ത് ഇതിനകം നടന്നു കഴിഞ്ഞു. എന്നിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. AP അബ്ദുള്ളക്കുട്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് കുടുക്കിമുട്ട വലിയന്നൂർ റോഡ് 7 മീറ്റർ ടാറിംഗ് അടക്കം 10 മീറ്റർ വീതിയിലുള്ള വികസനമാണ് പറഞ്ഞിരുന്നുവെങ്കിലും പല സ്ഥലങ്ങളിലും പല അളവുകളിലാണ് റോഡിന്റെ വീതി. അപകടം നടന്ന സ്ഥലം 4.5 മീറ്റർ മാത്രമാണ് വീതിയുള്ളതെന്നും റോഡിന് ഇരുവശവും അശാസ്ത്രീയമായി നിർമ്മിച്ച ഓവുചാലുകളും അതിന് സ്ലാബ് ഇല്ലാത്തതും ശുദ്ധജല വിതരണത്തിനായി പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പൊതുപ്രവർത്തകനായ ഷഫീഖ് പറയുന്നു. 2 സൈഡിലുള്ള ഡ്രെയിനേജ് അശാസ്ത്രീയപരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിരന്തരമായിട്ട് ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും സംഭവിച്ചു. അഫ്സൽ എന്നുള്ള ഇവിടുത്തെ ഒരു നാട്ടുകാരന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണുള്ളത്. ഈ ഡ്രെയിനേജ് അശാസ്ത്രീയപരമായി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത്. 7 മീറ്ററാണ് ടാറിങ് വേണ്ടത്. ടോട്ടൽ 10 മീറ്ററാണ് 2 സൈഡും കൂടിയിട്ട് വേണ്ടത്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോൾ അളന്നു നോക്കി. 4.5 മീറ്ററാണ് അപകടം നടന്ന സ്ഥലത്തുള്ള ടാറിങ്ങിന്റെ വീതി. ഇരുവശവും വീതി കൂട്ടാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തളിപ്പറമ്പിൽ നിന്നും മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ കടന്നുപോകുന്ന തിരക്കേറിയ ഈ റോഡിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചകരക്കൽ.